അതിതീവ്ര മഴക്കെടുതി ഉണ്ടായ കോട്ടയം ഇല്ലിക്കലിൽ രക്ഷാപ്രവർത്തനത്തിന് NDRF സംഘമെത്തി. സേവാഭാരതി അടക്കമുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, NDRF സംഘവും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഒപ്പം സേവാഭാരതിയും ഈ സന്നദ്ധ സേവന രംഗത്ത് സജീവമാണ്. രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു ഇപ്പോൾ? KP, ഇവിടെ തോടാണോ റോഡാണോ പുഴയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് ഇവിടുത്തെ സാഹചര്യം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ മുതലുള്ള അവസ്ഥ ഇതാണ്. ഇന്നലെ അർദ്ധരാത്രി വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറി. പിന്നീട് ഈ റോഡ് മുഴുവൻ വെള്ളത്തിൽ മുങ്ങിപ്പോയ സാഹചര്യമായിരുന്നു. കുമരകം കോട്ടയം പ്രധാനപ്പെട്ട റോഡാണ്. ബസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സഞ്ചാരമാർഗമായിട്ടുള്ള ബസ്സുകൾ ഉൾപ്പെടെ കടന്നു പോകുന്ന കോട്ടയത്തേക്കുള്ള പ്രധാനപ്പെട്ട റോഡാണ്. ഈ രീതിയിലേക്ക് തോടാണോ പുഴയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം റോഡ് പൂർണ്ണമായും മുങ്ങിപ്പോയിരിക്കുന്നത്. വെള്ളക്കെട്ടല്ല, വെള്ളം ഒഴുകുന്നുണ്ട്. ഒഴുകുന്ന വെള്ളമാണ്. മീനച്ചിലാറ് കരകവിഞ്ഞ് പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലായി എന്ന് തന്നെ പറയണം. ഭൂരിഭാഗം വീടുകളും, എല്ലാ വീടുകളും വെള്ളത്തിലാണ്, പൂർണ്ണമായും വെള്ളത്തിലായ സാഹചര്യമാണ്. ഇവിടെ നിന്ന് ആളുകൾ മറ്റിടങ്ങളിലേക്ക്, സുരക്ഷിത മാർഗങ്ങളിലേക്ക്, സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് രാവിലെ മുതൽ തന്നെ പോകുന്നുണ്ട്. ഇന്നലെ രാത്രി അപ്രതീക്ഷിതമായിട്ടാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. വെള്ളൂരിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയാണ് ഇല്ലിക്കൽ ഭാഗത്താണ് അതിതീവ്രമായി കഴിഞ്ഞ 2 ദിവസമായി വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി അതിതീവ്രമായിട്ടുള്ള വെള്ളം വീടുകളിലേക്ക് ഇരച്ചു കയറിയെത്തുന്ന സാഹചര്യവുമുണ്ട്. എന്താണ് വീട്ടിലൊക്കെ അവസ്ഥ? വീട്ടിൽ മുഴുവനും വെള്ളം കയറിയിരിക്കുക. ഇപ്പോൾ ഇന്നലെ ഞങ്ങളൊരു സ്ഥലം വരെ പോയതായിരുന്നേ. പോയിട്ട് ഇപ്പോൾ തിരിച്ചു വരുന്ന വഴിയാണ്. പക്ഷേ അപ്പം വണ്ടിയൊക്കെ ഞങ്ങൾ അവിടെ ഇട്ടിട്ടാണ് വരുന്നത്. ഇപ്പോൾ വീട്ടിൽ വേറെ ആരുമില്ല. ഞങ്ങൾ സാധനമൊക്കെ ചെന്ന് പൊക്കി വെച്ചിട്ട് ഇനി എങ്ങോട്ടെങ്കിലും മാറണം. വീട്ടിൽ ചെന്ന് അവശ്യ സാധനങ്ങളൊക്കെ മാറ്റി വെക്കുക, ഗൃഹോപകരണങ്ങളൊക്കെ ഒന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ പോകുന്നത്. അതെ. എന്നിട്ട് അവിടെ തന്നെ നമ്മൾ പൊക്കപ്രദേശത്തേക്ക് മാറണം. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വീട്ടിൽ ഇല്ല. അപ്പോൾ അപ്പുറത്തെ ബന്ധു വീടുകളിലേക്കൊക്കെ പോയ ആളുകൾ ഇപ്പോൾ തിരിച്ചെത്തി ആ വീട്ടിലെ ഗൃഹോപകരണങ്ങളടക്കം നാശം സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റി സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ പോകുന്ന ആളുകളുണ്ട്. കോട്ടയം തിരുവാർപ്പ് പ്രധാനപ്പെട്ട ബസ് റൂട്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 കോട്ടയത്തെയും കുമരകത്തെയും ആളുകളെ ഈ 2 ഭാഗങ്ങളിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സഞ്ചാര മാർഗ്ഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറെ പണിപ്പെട്ട് ബസ് ഇതിലൂടെ കടന്നു പോകുന്നത്. ഒറ്റപ്പെട്ട 1ഉം 2ഉം ഒക്കെ ബസ്സുകളാണ് പോകുന്നത്. ഏറെ സമയം കോട്ടയത്തൊക്കെ പോയിരിക്കുന്ന ആളുകൾ, ഈ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് കോട്ടയം ടൗണിലേക്കൊക്കെ പോയിരിക്കുന്ന ആളുകൾ ഏറെ സമയം കോട്ടയത്തൊക്കെ കാത്തു നിന്ന് അവരുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ പ്രദേശങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഏറെ പണിപ്പെട്ട് സർവീസ് നടത്തുന്ന ഒരു ബസ്സാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്. അങ്ങനെ വാഹനങ്ങൾ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച ഒരു ഭാഗം തന്നെയാണ്. പക്ഷേ അത്രയും പണിപ്പെട്ട് തന്നെ ആ വാഹനങ്ങൾ ഇതിൽ കൂടി കടന്നു പോകുന്നു. കടകമ്പോളങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. വീടുകളുടെ ആദ്യത്തെ നില, 1ാം നില പൂർണ്ണമായും വെള്ളത്തിൽ, ടെറസുകളിലും മറ്റുമായിട്ടാണ് ആളുകൾ അഭയം പ്രാപിച്ചത്. ഇന്ന് രാവിലെ വരെ അഭയം പ്രാപിച്ചു. പിന്നീട് പുറത്തേക്ക് ഇറങ്ങി രാവിലെ മുതൽ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക്, സുരക്ഷിതമായി ബന്ധുവീടുകളിലേക്കും മറ്റും മാറിപ്പോകുന്ന ആളുകളെയാണ് ഈ പ്രദേശങ്ങളിൽ നിന്നെല്ലാം കണ്ടത്. ഇവിടെ ആളുകൾ പറയുന്നത് 2018 പ്രളയത്തിന് ശേഷം ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ 2018 പ്രളയത്തെക്കാൾ കൂടുതൽ വെള്ളമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. വെള്ളക്കെട്ടാണ്, വെള്ളപ്പൊക്കമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം കൂടിയാണ് ആളുകൾ പറയുന്നത്. ഈ കാഞ്ഞിരപ്പള്ളി കിഴക്കൻ മേഖലകളിൽ നിന്ന് മീനച്ചിലാർ കരകവിഞ്ഞ് കിഴക്കൻ മേഖലകളിൽ നിന്ന് പാലാ, പൂഞ്ഞാർ അടക്കമുള്ള, ഇരറ്റുപെട്ട് അടക്കമുള്ള ഭാഗങ്ങളിൽ വെള്ളം താഴ്ന്നിട്ടുണ്ട്. അവിടുന്ന് വെള്ളം ഇറങ്ങുമ്പോൾ ഈ പടിഞ്ഞാറൻ മേഖലയിലേക്ക്, ആർപ്പുക്കര, ഐമനം ഉൾപ്പെടുന്ന ഈ പ്രദേശങ്ങളിലേക്കാണ്, കുമരകം, തിരുവാർപ്പ് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലേക്കാണ് വെള്ളം ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകളിലും ചിലപ്പോൾ വെള്ളക്കെട്ട് ഉയർന്നേക്കാം എന്നുള്ള ഒരു ആശങ്ക കൂടിയാണ് ജനങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ്. പക്ഷേ ഇന്ന് രാവിലെ അങ്ങനെയല്ലായിരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ മഴ തുടർച്ചയായി തന്നെ ഈ പ്രദേശങ്ങളിലും പെയ്യുന്നുണ്ടായിരുന്നു. കടകമ്പോളങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നു. വാഹനങ്ങൾ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. വീടുകളിലുള്ള വാഹനങ്ങൾ മാറ്റിവെക്കുന്നതിനൊന്നുമുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിലും വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമാണ്. ജനജീവിതം അത്രത്തോളം ദുസ്സഹവുമായി കഴിഞ്ഞു.